ബിൻ അബ്ദുൽ അസീസ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹത്തുക്കളുടെ പാദസ്പർശനമേറ്റ അരൂരിൻ്റെ ഈ വടതലയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് വരുമാനത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ശ്രീമന്തപുത്രനായ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി അവരുകൾ നയിക്കുന്ന മാനവ സഞ്ചാരം എന്ന അൽ മസ്ജിദുൽ ഇൻസാനിയ ആ യാത്രയെ ഈ ജുമുഅ സുബ്ഹി സ്വാഗതം ചെയ്യാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് നമുക്ക് എല്ലാം ലഭിച്ചിരിക്കുകയും ഈ വടതലയുടെ മണ്ണിൽ ബഹുമാനപ്പെട്ട അസ്ഹരി ഉസ്താദിന്റെ നയിക്കുന്ന മാനവ സഞ്ചാരത്തിന് നിങ്ങൾക്കെല്ലാം വേണ്ടി 1000 സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രഭാത പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെള്ളിയാഴ്ചയാണെന്ന കാര്യം മറന്നുപോയി. യാത്രയിലായതുകൊണ്ട് വെള്ളിയാഴ്ചയാണെങ്കിൽ സജ്ജതയും ഇൻസാനുമാണല്ലോ അതിൻ്റെ സംസ്കാരത്തിൽ. അതാണ് റാത്തിബായ ഇമാമ് തന്നെ ഇമാമത്ത് നിൽക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ സംഗതികൾ ഉണർത്തുന്നത്? സജ്ജതയും ഇൻസാനും ഓതണം, അല്ലെങ്കിൽ സബ്ബിഹും ഹല്ലാത്താക്കി. മറന്നുവരുന്നത് വെള്ളിയാഴ്ച നല്ല പേര്. അല്ലാഹു പുറത്തരട്ടെ. മക്കയില് പഴയ കാലത്ത് മക്കയിൽ ആ മലന്റെ മുകളിൽ റൂമിൽ താമസിക്കുമ്പോൾ താജുൽ ഉലമ റഫഅല്ലാഹു ദറജതഹു അങ്ങനെ ഒരു ദിവസം ഇമാമത്ത് നിസ്കരിച്ച് അങ്ങനെ ഞാനൊരു സൂറത്ത് ഓതി നിസ്കരിച്ചു. അതുപോലെ തന്നെ മഗ്‌രിബിന്. അപ്പോ നിസ്കാരം കഴിഞ്ഞപ്പോ താജുൽ ചോദിച്ചു, എന്താടാ വെള്ളിയാഴ്ച രാവിലെ ഏത് സൂറത്താ ഓതണ്ടേ? സബ്ബിഹിസ്മി മഹല്ലത്താക്കി, അല്ലെങ്കിൽ മുസാഫിറായതുകൊണ്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് തൊട്ടടുത്ത് നോക്കടാ. സമ്മേളനമൊന്നുമല്ല, ഞാനും ഒരു ഹാജി, രണ്ടാള് മാത്രമേ ഉള്ളൂ. താജുൽ ഉലമന്റെ ഗീറത്ത് അത്രയായിരുന്നു സുന്നത്തിനോട്. അല്ലാഹു ആ സുന്നത്തുകൾ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രഭാതം വലിയ ബറക്കത്തുള്ള സമയമാണ്. ഇത് ഈ നാട്ടുകാർ മാത്രമല്ല, ഈ മഹല്ലുകാർ മാത്രമല്ല ഇവിടെ ഉള്ളത്, പരിസരത്ത് നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. മഹല്ലുകാർ മാത്രം ഇത്രയാൾ വേണം സുബ്ഹി നിസ്കരിക്കാൻ എല്ലാ ദിവസവും. അങ്ങനെ മുഅ്മിനീങ്ങളുടെ നിസ്കാരങ്ങൾ നടന്നാൽ പിന്നെ ലോകത്ത് മറ്റുള്ളവർക്കൊന്നും ഗലബത്തുണ്ടാവൂല. മൻ സ്വല്ല സ്വലാത്തൽ ഫജ്രി ഫി ജമാഅത്തിൻ വഹുവ ഫി ദിമ്മത്തില്ലാഹ്. സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകും. അല്ലാഹുവിൻ്റെ ദിമ്മത്തിലായിരിക്കും. അതിലേക്ക് നടന്നു വരിക കൂടി ചെയ്താൽ അവൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു. വീട്ടിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ട് മസ്ജിദിലേക്ക് നടന്നു വരികയും അവിടെ വെച്ച് നിസ്കരിക്കുകയും ചെയ്താൽ ഓരോ ഖത്വത്തിനും, ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും ഒരു ദോഷം പുറക്കുകയും ഒരു സവാബ് എഴുതപ്പെടുകയും ഒരു ദറജ ഉയർത്തപ്പെടുകയും ചെയ്യും. 27 ഇരട്ടി ഒരു ജമാഅത്തിന് പ്രതിഫലം കിട്ടുന്നതിൽ 27 കാരണങ്ങൾ കൊണ്ടാണ് 27 ദറജ കിട്ടുന്നത്.
അപ്പൊ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ മുഅ്മിനായ മനുഷ്യൻ, ഇത് മുഅ്മിനിന്റെ അടയാളമാണ്. എത്ര വൈകിക്കിടന്നാലും അവർ എഴുന്നേൽക്കാനുള്ള ഒരു സമയം കൊണ്ട് അത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയ സമയത്തെങ്കിലും അവർ എഴുന്നേറ്റുള്ളൂ. അത് നിർബന്ധമാണ്. എന്നാൽ സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക എന്നുള്ളത് നല്ല ശീലവും ആണ്. ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, 2 റക്അത്തെങ്കിലും സുബ്ഹിന് മുമ്പ് നിസ്കരിക്കുക എന്നുള്ളത് മുഅ്മിനിന്റെ ഒരു നല്ല ശീലമാണ്. അങ്ങനെയുള്ള ശീലമുള്ളവർക്ക് അസ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, അല്ലാഹു തആല മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്ന വലിയ സ്ഥാനം നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിന്റെ വലിയ കാരുണ്യമാണ്. അന്നൗമു അഖുൽ മൗത്ത്, മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം. ആ ഉറക്കം അവസാനത്തെ ഉറക്കവും ആയേക്കാം. അതുകൊണ്ടാണ് ഉറങ്ങുന്ന സമയത്ത് എല്ലാ ശുക്ർ ദിക്റോടുകൂടി അല്ലാഹുവിനെ ഓർത്ത് ഉറങ്ങണം, ദിക്റിലായി ഉറങ്ങണം. എങ്കിൽ ആ മരണം ദിക്റോട് കൂടിയുള്ള മരണമാണ്. മരിക്കുമ്പോൾ അല്ലാഹു തആല ദിക്റോട് കൂടിയുള്ള മരണമാക്കി തരട്ടെ. വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കുമ്പോൾ അല്ലാഹു നമ്മൾ കാത്തുരക്ഷിക്കണം. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരാൾക്കുണ്ടായാൽ വെന്റിലേറ്ററിലേക്ക് പോകുമ്പോൾ ദാക്കിറാണോ അല്ലെങ്കിൽ ആ രോഗത്തിന്റെ അവസാന അവസ്ഥയിൽ ദാക്കിറാണോ എങ്കിൽ അയാൾ ദിക്റോട് കൂടിയാണ് മരിക്കുന്നത്. ചില ആളുകൾക്ക് വലിയ ബേജാറാണ്, അങ്ങനെ മരിച്ചു അയാൾ കലിമ ചൊല്ലാണ്ട് മരിച്ചുപോയി. അങ്ങനെ ബേജാറാകേണ്ട കാര്യമില്ല. ഈമാനോടെ മരിക്കുക എന്നുള്ളതാണ്. കലിമയോടുകൂടി മരിക്കുക. ചൊല്ലിയാൽ നമുക്ക് കാണാം, ഇല്ലെങ്കിൽ ഖൽബിലുണ്ടാകും. ഈമാനോടുകൂടി മരിക്കുന്നവരെ ഓർമ്മപ്പെടുത്തി തരട്ടെ. അപ്പൊ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹമാണ് മനുഷ്യന് ആദ്യം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ചൊല്ലിയിട്ട് എഴുന്നേൽക്കണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച അല്ലാഹുവിന്റെ സ്തുതി എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഖലായിൽ നിന്ന് പുറത്തു വന്നാൽ അത് മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. വിസർജ്യ വസ്തുക്കൾ ശരീരത്തിൽ നിന്നെങ്ങാനും പുറത്തു പോകാതായി പോയാൽ വലിയ രോഗമായി പോകും. അപ്പൊ ആ വലിയ അനുഗ്രഹം അല്ലാഹു നൽകിയതിന് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അനിൽ അദാ വഅഫാനി എന്ന് പറഞ്ഞിട്ടുള്ള ദുആ ചെയ്യുന്നത്. വുളൂ ചെയ്യാൻ വേണ്ടി കയ്യിൽ വെള്ളമെടുത്താൽ എനിക്കെല്ലാവരും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പ്രസംഗിക്കുകയും എല്ലാം ചെയ്ത് ഈ നാടിന് ഏറെ പ്രകാശം നൽകിയിട്ടുള്ളവരാണ്. അല്ലാഹു സിഹത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോ അവിടെയും ദുആ, കയ്യിൽ വെള്ളമെടുത്താൽ അൽഹംദുലില്ലാഹ് അല്ലദീ ജഅലൽ മാഅ തഹൂറ. അപ്പൊ മനുഷ്യൻ ഏറ്റവും കൂടുതലായി അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ക്ഷമ എന്ന് പറയുന്നത് മുഅ്മിനിന്റെ ഓവറോൾ ഹാബിറ്റാണ്. അത് ഈമാന്റെ പകുതിയാകുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി പകുതി എവിടെ? അത് ശുക്റാണ്. ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എല്ലാ നിഅമത്തിനും ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് പല രോഗങ്ങളിൽ നിന്നും മുക്തിയുണ്ടാകും. അമേരിക്കയിലെ ഒരു പെണ്ണ് 54-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നിട്ട് ആരോ പറഞ്ഞു കൊടുത്തു, ഹംദ് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി എന്ന്. മുസ്ലിമല്ല, സ്തുതി പറയുക. അപ്പോ ഉറക്കം തന്ന ദൈവത്തിന്റെ സ്തുതി, വെള്ളം തന്ന ദൈവത്തിന്റെ സ്തുതി, ചായ തന്ന ഓരോരുത്തരും ആ സ്തുതി പറച്ചിലൂടെ അവൾ 96 വയസ്സ് വരെ ജീവിച്ചു. അപ്പൊ സ്തുതി പറയുക എന്നത് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുമെങ്കിൽ മുഅ്മിനായ മനുഷ്യൻ
ഹംദ് ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഫലം പറയേണ്ടതില്ലല്ലോ. അങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ഖുർആൻ പലതവണ അക്കാര്യം ഉണർത്തിയിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ആയാത്തിൽ ലിഉലിൽ അൽബാബ്. രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ വലിയ ദൃഷ്ടാന്തം ഉണ്ട്. പകൽ മാത്രം ദിവസങ്ങളോളം നീണ്ടുപോകുന്ന ചില നാടുകളുണ്ട്. ഫിൻലാൻഡിലൊക്കെ പോയാൽ അങ്ങനെയാണ്. ചില കാലത്ത് രാത്രി മാത്രം, ചിലപ്പോൾ പകൽ മാത്രം. അവിടെ മാനസികമായ വലിയ പ്രശ്നമായിരിക്കും രാത്രി ആവാതിരുന്നാൽ, അല്ലെങ്കിൽ പകലില്ലാതിരുന്നാൽ. അപ്പൊ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് പ്രഭാത സമയം അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കണം. അതാണ് അള്ളാഹു ഒരു തർത്തീബ് തന്നെ വെച്ചത്. സുബ്ഹി നിസ്കാരം, അതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, പിന്നെ ഖുർആൻ പാരായണം, മറ്റ് ദിക്റുകൾ. സൂര്യൻ ഉദിക്കുന്നത് വരെയും ഉദിച്ചാൽ ഒരൽപ്പം സമയവും, അതുപോലെ വൈകുന്നേര സമയവും, അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയവും അസ്തമിച്ചതിൻ്റെ ഉടനെയുള്ള സമയവും ദിക്റിലായിരുന്നാൽ അവൻ ദിവസം മുഴുവനും ദിക്റ് ചൊല്ലിയതുപോലെയാണ്. അള്ളാഹുവിന്റെ ദാക്കിറായി ജീവിക്കാൻ അവൻ തൗഫീഖ് നൽകട്ടെ. ഷാക്കിറായി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. നടന്നു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം അതിൽ വലിയ ആരോഗ്യവുമുണ്ട്. ഇസ്ലാമിന്റെ ജീവിത രീതി മുഴുവനും മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലാണ്. ബാബു ഫദ്ലിൽ മശീ ഇലൽ മസാജിദ് എന്ന് പറഞ്ഞുകൊണ്ട് റിയാദുസ് സ്വാലിഹീനിൽ ഒരു ചാപ്റ്റർ തന്നെ കാണും. മസ്ജിദിലേക്ക് നടന്നു പോകുന്നതിന്റെ പോരിശ. തിരിച്ചു നടന്നു പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പോകണം. കാരണം അത് പല വഴികളും അവന് സാക്ഷി നിൽക്കാൻ വേണ്ടിയും നടത്തം കൂടാൻ വേണ്ടിയും. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും കാനൂ യംശൂന ഹുഫാതൻ, ചെരുപ്പിടാതെയാണ് അക്സറു സ്വഹാബത്തും നടന്നിരുന്നത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് രോഗികളെ കാണാൻ പോയി വന്നാൽ ചെരുപ്പിടാതെയാണ് നടക്കുക എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആ നടത്തത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായി മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹാബത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടത്തവും നല്ലൊരു അമലാണ്. ക്ഷീണമുള്ളവർക്ക് പ്രത്യേകിച്ച് ശകൗന ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുർഫ, ക്ഷീണം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു അലൈക്കും ബിന്നസ്ൽ അയ സുർഅത ഫിൽ മശി എന്ന് ഇമാം ഖുർത്തുബി സൂറത്ത് യാസീന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. വേഗം നടക്കുക, ജോഗിങ് ചെയ്യുക, എങ്കിൽ നിങ്ങളുടെ ക്ഷീണം മാറും. ഇന്ന് മനുഷ്യൻ വാഹനങ്ങൾ വർദ്ധിച്ചു, വാഹനത്തിന്റെ ഉപയോഗവും വർദ്ധിച്ചു. വീടിന്റെ സ്റ്റെപ്പ് വരെയും പള്ളിയുടെ സ്റ്റെപ്പ് വരെയും സ്കൂട്ടറിൽ തന്നെ വരും. പാർക്കിങ്ങിലാണെങ്കിലും ഒരങ്ങേ അറ്റത്ത് നിർത്തിയിട്ട് കുറച്ചിങ്ങോട്ട് നടക്കണം. അങ്ങനെ വരുമ്പോഴാണ് അങ്ങനെ ഉള്ള ഒരു സംഗതിയാണ് നടത്തം. അപ്പൊ നമ്മളിപ്പോ ഈ യാത്ര തുടങ്ങിയതിന് ശേഷവും അല്ലാതെ എവിടെ ചെന്നാലും സുബഹി നിസ്കരിച്ചാലും അങ്ങനെ നടക്കുമ്പോൾ നാട്ടുകാരൊക്കെ ഇറങ്ങി നടക്കും. അങ്ങനെയുള്ളൊരു നടത്തമായിട്ടൊരു നടത്തം നമ്മളിപ്പോൾ നടക്കുക. ഇപ്പൊ നസീഹത്ത് വലിയ ഉദ്ദേശ്യം ഇല്ല. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞതിന് ശേഷം സമാപിക്കുന്ന സ്ഥലത്തൊരു 10 മിനിറ്റ് അവിടുന്ന് ഒരു നസീഹത്ത് ഉണ്ടാകും. പിന്നെ 9 മണിക്ക് ശേഷം നിശ്ചയിക്കപ്പെട്ട പരിപാടികളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കും. ജില്ലയുടെ നാനാഭാഗത്തും നിരവധി നേതാക്കന്മാർ ചേർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് വൈകുന്നേരമുള്ള നടത്തമാണ്. മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള നടത്തം. എല്ലാവരും ചേർന്നുള്ളൊരു നടത്തമാണ്. അതിനെല്ലാവരും വരണം. രാവിലത്തെ നടത്തം എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ഇപ്പൊ പ്രത്യേക പരിപാടിയൊന്നല്ല. എല്ലാ ദിവസവും ചെയ്യുന്നത് ഇപ്പോഴും ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വൈകുന്നേരം എലപ്പി വെച്ച് നടക്കുന്ന നടത്തത്തിലേക്ക് എല്ലാവരും വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പ്രഭാതത്തെ അല്ലാഹു ഖൈറിന്റേതും ബറക്കാത്തിന്റേതുമാക്കി തരട്ടെ. എല്ലാ ആഫിയത്തുള്ളവരിലവൻ നമ്മെ പെടുത്തട്ടെ. വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ ബദരിയത്തിന്റെ അൽ കബീറിന്റെ ബദരിയത്തുൽ കുബ്ര മൗലിദ് രചിച്ച മഹാനവറുകൾ ഉൾപ്പെടെയുള്ള ധാരാളം മഹത്തുക്കൾ
ദർസ് നടത്തിയിട്ടുള്ള, അതുപോലെ തന്നെ ഒരുപാട് ആലിമ്യങ്ങൾ ജീവിച്ച് മരിച്ച നാടാണ് ഈ പ്രദേശം മുഴുവനും. സയ്യിദന്മാരുടെയൊക്കെ സാന്നിധ്യം കൊണ്ടുള്ള മഹത്വമുള്ള നാടാണ്. അല്ലാഹു ഈ ബറകാത്തുകൾ ഇവിടെ നിലനിർത്തുകയും വരുന്ന തലമുറയിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ നിലനിർത്തി തരികയും ചെയ്യട്ടെ. ആഫിയത്ത് എല്ലാവർക്കും തരട്ടെ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ വാലപ്പണിയിലേക്ക് എല്ലാവരെയും കരുണയുടെ കവാടം എനിക്കായി നീ തുറന്നു തരണമേ എന്ന് ഈ ഒരു പ്രാർത്ഥന എനിക്ക് തോന്നുന്നു ഇത് പ്രപഞ്ചത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഈ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളും സംവിധാനങ്ങളും മനുഷ്യരുമൊക്കെ ദൈവത്തിൻ്റെ കരുണയുടെ കവാടത്തിലേക്ക് കടക്കലാണ് പ്രഭാതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഭാവികളായി നമുക്ക് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കവാടം നമുക്ക് തുറന്നു തരുന്ന ദൈവം, അങ്ങനെ ആ കവാടം ആവുന്ന ദൈവത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മളും അതുപോലെ നമ്മളെ കാണുന്നവർക്കും നമ്മൾ സമീപിക്കുന്നവർക്കും കണ്ടുമുട്ടുന്നവർക്കും ഒക്കെ ഈ കരുണയുടെ കവാടം തുറന്നു കൊടുക്കാനുള്ള മനുഷ്യരാണ് നമ്മൾ എന്നുള്ളൊരു വലിയൊരു ആശയമാണ് എനിക്കതിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആദരണീയനായ ഡോക്ടർ അബ്ദുൽ കരീം ഹക്കീമിൻ്റെ വലിയ മഹനീയ സാന്നിധ്യം ഈ ഒരു മാനവ സഞ്ചാരത്തിൽ നമുക്ക് ലഭിച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഈ നാട് മുഴുവൻ ആദരണീയനായ MP ഡോക്ടർ അബ്ദുൽ ഹക്കീമിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഞാനും കൂടെയുണ്ട്. ഈ മാനവ സഞ്ചാരം എന്ന് പറയുന്നത് ജാതിയുടെയോ സമുദായത്തിൻ്റെയോ ഗുണത്തിൻ്റെയോ ദുരത്തിൻ്റെയോ പേരിൽ ആരെയും മാറ്റി നിർത്തുവാനുള്ളതല്ല. മാനവ വംശം എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്വർഗമാകുന്ന നാട്ടിലേക്ക് ഒരു തീർത്ഥാടനം ചെയ്യേണ്ടവരാണ് നമ്മൾ എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ മാനവ സഞ്ചാരം നമുക്ക് നൽകുന്നത്. അത് വലിയ വിജയമായി വരുന്ന ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നന്ദി. മുഴക്കുന്ന യുവത ഉയർത്തിയിടണം, കത്തിത്താൻ കൈവിലങ്ങിട്ട കാലം അരകേറാൻ ദിശയറിയാതെത്ര ബാല്യം. ഉരുകും മരുഭൂവിൽ നന്മ വിത്ത് പാകി, ആ വിത്ത് മുളപ്പിച്ച് ധനനീത്യമേകി, അതു പിന്നെ വടവൃക്ഷമായുയർന്നു, അതിൻ ചോട്ടിലശരണ തല ചായ്ച്ചുയർന്നു. അതിലെ കനികൾ പറവകളെടുത്തും സൗന്ദര്യമേറിയും സൗരഭ്യമേറിയും സാന്ത്വനമേകുന്ന അടിവേരുറച്ചുള്ള ആരാണി മണ്ണിനു തണലായി കണ്ണിമ വെട്ടാതുണർന്നിരിക്കുന്നോർ, ആരാണു മനുഷ്യകുലത്തിനു മാനവമൂല്യം പകർന്നു നൽകുന്നോർ, ആരാണി മണ്ണിനു തുണയായി കണ്ണിമ വെട്ടാതുണർന്നിരിക്കുന്നോർ, ആരാണു മനുഷ്യകുലത്തിനു മാനവമൂല്യം പകർന്നു നൽകുന്നോർ, ആരാണിനി നാളേക്കൊരു ചെറു സ്നേഹച്ചെടിയുടെ വിത്തു വിതയ്ക്കുന്നോർ, ആരുണ്ട് മനുഷ്യപ്പറ്റിൻ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നോർ. 100 ചോദ്യം ഉയരുമ്പോൾ നീണ്ട മൗനം തുടരുമ്പോൾ, 100 ചോദ്യം ഉയരുമ്പോൾ നീണ്ട മൗനം തുടരുമ്പോൾ, സത്തയുള്ളൊരു സംഘം നരകം തൊടാതെ സ്വർഗം പുൽകണം, ജഗനിയന്താവിന്റെ പൊരുൾ കാണണം. നരകം തൊടാതെ
നീ എന്താവിന്റെ പൊരുൾ കാണണം. ആ മധുരം മത്ത് പിടിപ്പിച്ച ലഹരിയിൽ ഉന്മാദമാത്മാവിലൂറിയിടണം. അതിന് ദുനിയാവിൽ ഈമാൻ ജയിച്ചിടണം. കൂട്ടിലടച്ച ഒരു പക്ഷിക്കു പാറുവാൻ 100,000 ചിറകുകൾ എന്തിനാ? തിമിരം നിരപ്പിച്ച് കുരുടന്നു കൺ കാണാൻ കൈവിളക്കേന്തുന്നതർത്ഥശൂന്യം. അന്ധനെ തൊട്ടു നോവിക്കാതെ അന്യന്റെ വഴി നടത്തം വിളക്കിന്റെ ദൗത്യം. ഈ 2 വാനങ്ങൾ തെളിയുന്ന വ്യാഖ്യാന നാട്യങ്ങളുള്ള പുതുലോകക്രമം. ഹൃദയത്തിൽ ഇഖ്ലാസ് കൊണ്ടത് ജയിക്കുന്ന മാനവിക മൂല്യങ്ങളാണ് മുഖ്യം. പിന്നെന്തിനാണീ മിഥ്യബോധം? സ്നേഹാനുകമ്പയിൽ നിത്യഖേദം. ചിരിനാരിറക്കിയിട തൂർക്കുന്ന മുറിവുകൾ മായുന്നതല്ലയോ ദുഃഖഭേദം? മായുന്നതല്ലയോ ദുഃഖഭേദം? കൂട്ടിലടച്ച ഒരു പക്ഷിക്കു മുഴക്കുന്ന യുവത ഉയർത്തിയിടണം. കട്ടിത്താൻ കൈവിലങ്ങിട്ട കാലം അരകേറാൻ ദിശയറിയാതെത്ര ബാല്യം. ഉരുകും മരുഭൂവിൽ നന്മ വിത്ത് പാകി. ആ വിത്ത് മുളപ്പിച്ച് കനനീത്യമേകി. അതു പിന്നെ വടവൃക്ഷമായുയർന്നു. അതിൻ ചോട്ടിലശരണ തല ചായ്ച്ചുയർന്നു. അതിലെ കനികൾ പറവകളെടുത്തും സൗന്ദര്യമേറിയും സൗരഭ്യമേറിയും സാന്ത്വനമേകുന്ന അടിവേരുറച്ചുള്ള ആരാണീ മണ്ണിനു തണലായി കണ്ണിമ വെട്ടാതുണർന്നിരിക്കുന്നോർ? ആരാണു മനുഷ്യകുലത്തിനു മാനവമൂല്യം പകർന്നു നൽകുന്നോർ? ആരാണീ മണ്ണിനു തുണയായി കണ്ണിമ വെട്ടാതുണർന്നിരിക്കുന്നോർ? ആരാണു മനുഷ്യകുലത്തിനു മാനവമൂല്യം പകർന്നു നൽകുന്നോർ? ആരാണിനി നാളേക്കൊരു ചെറു സ്നേഹച്ചെടിയുടെ വിത്തു വിതയ്ക്കുന്നോർ? ആരുണ്ട് മനുഷ്യപ്പറ്റിൻ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നോർ? 100 ചോദ്യം ഉയരുമ്പോൾ നീണ്ട മൗനം തുടരുമ്പോൾ, 100 ചോദ്യം ഉയരുമ്പോൾ നീണ്ട മൗനം തുടരുമ്പോൾ, സത്തയുള്ളൊരു സംഘം സത്യ തിമിരം നിരപ്പിച്ച് കുരുടൻ കൺ കാണാൻ കൈവിളക്കേ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുഹമ്മദിൻ وعلى آله وصحبه أجمعين. നടന്ന് വിയർത്തോ? ഇല്ല, 1/4 കിലോമീറ്ററാണ് നടന്നത്. ഒരു 2 കിലോമീറ്ററെങ്കിലും നടക്കണം. ഈ നടത്തം നമ്മുടെ ഒരു പ്രത്യേക പരിപാടിയല്ല, മാനവ സഞ്ചാരത്തിൻ്റെ ഭാഗമായുള്ള ഒരു പ്രോഗ്രാം അല്ല. ഇത് എല്ലാ ദിവസവും നടക്കേണ്ട ഒരു പരിപാടിയാണ്. മാനവ സഞ്ചാരത്തിന് വന്ന ആളുകൾ കാസർഗോഡ് നിന്ന് പുറപ്പെട്ട ഒരു 45ഓളം നേതാക്കന്മാരാണ്. അവർക്ക് താമസിക്കാൻ ഒരേ സ്ഥലത്ത് പറ്റൂല. അപ്പോൾ വിവിധ സോണുകളിലായിട്ടാണ് താമസിക്കുന്നത്. അവർക്ക് എല്ലാ ദിവസവും നടക്കണം. അപ്പോൾ ബാക്കിയുള്ളവർ നടക്കണം, പിന്നെ എല്ലാവരും നടക്കണം. ആരോഗ്യമാണ് മനുഷ്യന് ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ നിഅമത്ത്. യഖീനിന് ശേഷം ഈ ആരോഗ്യത്തെക്കാളും വലിയൊരു നിഅമത്തില്ല എന്ന് കാണാം. അപ്പോൾ ആരോഗ്യമുണ്ടാകണമെങ്കിൽ മനുഷ്യൻ അതിനനുസരിച്ച് ജീവിക്കുകയും വേണം. രാത്രിയിൽ ഉറങ്ങണം, പകൽ അധ്വാനിക്കണം. രാത്രി മുഴുവനായും ഉറങ്ങരുത്.
രാത്രിയിൽ ഇബാദത്തുകൾ വേണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി ഉറങ്ങാൻ വേണ്ടി ആക്കിയിട്ട് കുറഞ്ഞൊരു ഇബാദത്തെങ്കിലും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ജോലിയുള്ളവരാണ്, ക്ഷീണമുള്ളവരാണ് എങ്കിൽ ഒരല്പമെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പകൽ സമയത്ത് അധ്വാനിക്കണം. മനുഷ്യൻ വെറുതെ ഇരുന്നാൽ അവൻ രോഗിയായി മാറും. നടത്തം തൂബാലിൽ മശായി, നടക്കുന്നവർക്കാണ് സൗഭാഗ്യം. നടത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ശീലിപ്പിച്ച ഒരു കാര്യമാണ്. ക്ഷീണമുള്ളവർ നടക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളതാണ്. വലിയ വലിയ നടത്തങ്ങളാണ് നമ്മുടെ നാടുകളിലേക്ക് വെളിച്ചവും കൊണ്ടുവന്നിട്ടുള്ളത്. കപ്പൽ കയറിയും കഴുതപ്പുറത്ത് കയറിയും കുതിരപ്പുറത്ത് കയറിയും പിന്നെ നടന്നു. അങ്ങനെ നടന്നെത്തിയ ആ അറിവിനെയും പ്രകാശത്തെയും നമ്മൾ കിടത്തിക്കളയാതെ അതോടൊപ്പം മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ കാര്യവും അതാണ്. കാസർഗോഡ് നിന്ന് 14ാമത്തെ ജില്ലയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മാനവ സഞ്ചാരത്തിൻ്റെ നടത്തം കൂടിയാണ്. അതെല്ലാ മതക്കാരും എല്ലാ സമുദായക്കാരും എല്ലാ കക്ഷികളും ഒന്നിച്ചു ചേർന്നുള്ള ഒരു നടത്തം. അത് കൊടിയും ബാനറും മുദ്രാവാക്യവും ഒന്നുമില്ലാത്തതാണെങ്കിലും അതിൽ ഒരു മൗന പ്രമേയം ഉണ്ട്. അത് മാനവികതയുടേതാണ്, ഉത്തരവാദിത്വത്തിൻ്റെതാണ്, മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അത് ഇന്ന് വൈകുന്നേരം ആലപ്പുഴയിൽ വെച്ചാണ് നടക്കുക. പക്ഷെ വൈകുന്നേരം നടക്കാൻ ചില ആളുകൾക്ക് സാധിക്കില്ല. അപ്പോൾ അവർക്ക് ആഫിയത്തുണ്ടാകാൻ വേണ്ടിയാണ് രാവിലത്തെ ഇപ്പം നടത്തുന്നത്. ഇപ്പം നടന്നതുകൊണ്ട് വൈകുന്നേരം എല്ലാവർക്കും നടത്താൻ കഴിയും അല്ലേ? വൈകുന്നേരം എല്ലാവരും വരില്ലേ? വരുന്നവരൊക്കെ കഴിയുമ്പോൾ അത് പോരാ, ബാക്കിയുള്ളവരും കൂടെ എല്ലാവരും വരണം. അത് അങ്ങനെയുള്ളൊരു നടത്തമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് പ്രഭാതത്തിൻ്റെ മഹത്വങ്ങളെ കുറിച്ച് ഒരല്പസമയം നമ്മുടെ RP ഹുസൈൻ മാഷ് സംസാരിക്കും. ബഹുമാനപ്പെട്ട ബാണാപള്ളി ഉസ്താദ് ദുആ ചെയ്തുകൊണ്ട് ഈ സംഗമം അവസാനിക്കുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി അൽഫായിസീന ബിറല്ലാഹ്. ദീർഘമായി സംസാരിക്കുന്നില്ല, അതിൻ്റെ അവസരമല്ല. പ്രഭാതത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ ബഹുമാനായ ഹക്കീം അസ്ഹർ ഉസ്താദ് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ചടങ്ങിന് വേണ്ടിയുള്ള നടത്തമല്ല ഈ നടത്തം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. നാളെ പാരത്രിക ലോകത്ത് ജീവിത വിജയത്തിന് അഫ്വ നൽകണം എന്നതിൻ്റെ കൂടെ ചേർത്തുകൊണ്ടാണ് ആഫിയത്തിന് അല്ലാഹു പറഞ്ഞത്. നമ്മുടെ നടത്തമെന്ന് പറയുന്നത് മരണം ഏത് സമയത്തും ഉണ്ടാകും, എപ്പോഴും വന്നേക്കാം. പക്ഷേ ആ മരണത്തിൻ്റെ അവസാന ശ്വാസം വരെ നമുക്ക് ആരോഗ്യമുണ്ടാവണം. ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ, കസേരയിലിരിക്കാതെ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ നിസ്കരിക്കാനുള്ള ആഫിയത്ത് വേണം. ആ ഒരു ശീലത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് നൽകുക, ഭക്ഷണം നൽകുക, സാന്ത്വന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, ഡയാലിസിസ് സെന്ററുകൾ ഉണ്ടാക്കുക, അതൊക്കെ ഒരു ഭാഗത്ത് വേണം. അതിനേക്കാൾ ഏറെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ലോകത്ത് തന്നെ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുതലുള്ള രാജ്യമായി, പ്രദേശമായി നമ്മുടെ കേരളം മാറുന്നു. വൃക്ക രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. അപ്പൊ നമ്മുടെ സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനം തന്നെ പുനർനിർവചിക്കേണ്ട സാഹചര്യമാണ്. ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ എങ്ങനെയാണ് വൃക്ക രോഗികളില്ലാത്ത ഒരു ഗ്രാമത്തെ ഉണ്ടാക്കുക, ഹൃദ്രോഗികളില്ലാത്ത, ക്യാൻസർ രോഗികളില്ലാത്ത ഒരു ഗ്രാമം എങ്ങനെ ഉണ്ടാക്കാം എന്നത് ഓരോ സാന്ത്വന പ്രവർത്തകന്റെയും ഉത്തരവാദിത്തമായി ഓരോ ഗ്രാമങ്ങളിലും ആ രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ആരോഗ്യശീലങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെ നടന്നത് അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും സുബഹിക്ക് ശേഷം പള്ളിയിൽ നേരത്തെ എത്തുന്ന, സുബഹി നിസ്കരിച്ച് നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവണം. അതിന്റെ കൂടി പ്രചാരണമാണിത്. മാനവ സഞ്ചാരം കുറെ ആശയങ്ങൾ അറിയാതെ നൽകി പോകുന്ന ഒന്നാണ്. കുറെ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും രാത്രികാലങ്ങളിലാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത്, അക്രമങ്ങൾ ഉണ്ടാകുന്നത്, പിടിച്ചുപറികൾ ഉണ്ടാകുന്നത്.
അപ്പൊ നേരത്തെ ഉറങ്ങിയാലേ സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് സുബഹിക്ക് പള്ളിയിൽ വരണമെന്ന സന്ദേശം, ജമാഅത്തിന് നടന്ന് പള്ളിയിൽ വരണമെന്ന സന്ദേശം പ്രചരിപ്പിച്ച് രാത്രികാലങ്ങളിലെ തിന്മ തടയാനും നല്ല ഒരു സ്വഭാവ ശുദ്ധിയുള്ള, നല്ല ആരോഗ്യ സമ്പന്നമായ, സംസ്കാരമുള്ള, ധാർമ്മിക മൂല്യമുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ട് ഇവിടെ കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഇന്നത്തെ ആ നടത്തം നാളെയും മറ്റന്നാളെയും തുടർന്നും നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും ആ ഒരു രീതിയിലേക്ക് ഏർലി ബേർഡ്സ്, നേരത്തെ ഉണരുന്ന പക്ഷികളായി കൂട്ടുചേർന്നുകൊണ്ട് അവിടെ സംഘടനാപരമായ, രാഷ്ട്രീയപരമായ, മതപരമായ ഒന്നുമില്ലാതെ രാവിലെ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകാൻ വേണ്ടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തി, ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേരത്തെ നമ്മുടെ ഔദ്യോഗികമായ നടത്തം അത് ഇവിടെ ഉള്ള ആളുകൾ എന്തായാലും ഉണ്ടാകും. അതിനേക്കാളേറെ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗ ആളുകളെയും ചേർത്ത് ക്ഷണിച്ചു പിടിക്കാനുള്ള ഒരവസരമാണത്. ആ അവസരം ഉപയോഗപ്പെടുത്തി എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണം, മാനവ സംഗമത്തിലും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന ശീർഷകത്തിൽ SYSന്റെ 954 സമസ്ത സുന്നി യുവജന സംഘം രൂപീകരിച്ചത്. പ്രവർത്തന വഴിയിൽ 7 പതിറ്റാണ്ട് പിന്നിടുകയാണ്. അഭിബന്ധനായ E.K. ഹസൻ മുസ്ലിയാർ, അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ, അഭിബന്ധനായ AP ഉസ്താദ് അവരുകളൊക്കെ, MA ഉസ്താദ്, ചിത്താരി ഉസ്താദ്, പന്മള ഉസ്താദ് തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ നേതൃത്വം നൽകി നമുക്ക് നൽകിയ ഈ വെളിച്ചം പുതുതലമുറയിലേക്ക് കൂടുതൽ ശോഭയോടെ നൽകേണ്ടതുണ്ട്. 70ാം വാർഷിക സമ്മേളനം ഇൻഷാ അല്ലാഹ് ഡിസംബർ 27, 28, 29 തീയതി തൃശ്ശൂർ നടക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ പങ്കാളികളാവണം. പരമാവധി ആളുകൾക്ക് സമ്മേളനം കാണാനും പങ്കെടുക്കുവാനുമുള്ള രീതിയിലാണ് സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തെ ഒരു സമ്മേളനത്തിൽ കൂടുക എന്നതിനേക്കാളേറെ അല്പം രാവിലെ തന്നെ എത്തി അവിടെ വിശാലമായ എജു എക്സ്പോ, മറ്റ് എക്സിബിഷനുകളെ കണ്ട് വൈകുന്നേര സമ്മേളനത്തിൽ കൂടി തിരിച്ചു വരുന്ന രീതിയിൽ ക്രമീകരിക്കണം. സ്ഥിരമായി പ്രതിനിധികളായി രജിസ്റ്റർ ചെയ്തവർ 3 ദിവസം പങ്കെടുക്കുന്നതോടൊപ്പം മറ്റുള്ള ആളുകളൊക്കെ ഓരോ പ്രദേശത്തെയും ആളുകളെ പരമാവധി പകൽ സമയത്ത് സമ്മേളനത്തിൽ എത്തിക്കുവാനും വിശുദ്ധമായ നമ്മുടെ പ്രസ്ഥാനത്തെയും ആദർശത്തെയും പരിചയപ്പെടുത്താനുമുള്ള അവസരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി, അള്ളാഹു അതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അതിരാവിലെ ഇവിടെ എത്തിച്ചേർന്ന് ഈ സംരംഭത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും SYS സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രഭാത സവാരിക്ക് നേതൃത്വം കൊടുത്ത ജാഥ നായകൻ ഹക്കീം അസരി ഉസ്താദിനെ നമ്മുടെ നാട്ടിലെ സംഘടനാ നേതാക്കളും പൗരപ്രമുഖരും സ്വീകരിക്കുകയാണ്. ആദ്യമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ഉസ്താദ് അബ്ദുള്ള ഉസ്താദ് അവറുകളും സെക്രട്ടറി H.A. അഹമ്മദ് സഖാഫിയും ഒരുമിച്ച് ഉസ്താദിനെ ഷാളനയിക്കുന്നു. ഇരുവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മഹല്ല് പ്രസിഡന്റ് മഹലിന്റെ സ്വീകരണം നടത്തുന്നതിന് വേണ്ടി സെക്രട്ടറി പ്രസിഡന്റ് കബീറുട്ടിക്ക മറ്റ് പൗരപ്രമുഖര് ഹബീബുള്ള, അനസ് മനാർ, പൊതുപ്രവർത്തകർ, നമ്മുടെ പഞ്ചായത്തും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഹബീബുള്ള അഷ്റഫ് ഹസനിക്ക് സ്വീകരണം നൽകുന്നു. അജയകുമാർ പൊതുപ്രവർത്തകനായ അജയകുമാർ, അരൂര് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇഷാദ് സ്വീകരിക്കുന്നു. ക്ലീനർ യൂണിറ്റി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സുബൈർ മാഷ്
വിനു ബാബു വിനു ബാബു ഇല്ല അൻസാദ് സാഹിബ്, പത്രപ്രവർത്തകനായ അൻസാദ്. കരിപ്പാശ്ശേരി നാസർ സാഹിബ്. വ്യവസായി നാസർ സാഹിബ്, മഹല്ല് വികസന വേദി ചെയർമാൻ നാസർ സാഹിബ്. മൂസക്കുട്ടി സാഹിബ്. ലാരിമി സാഹിബ് രണ്ടു വാക്ക് ആശംസിച്ചു. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أوصل اللهم ثواب ما قرأناه وبركة ما صلينا إلى حضرة نبينا وسيدنا وشفيعنا المصطفى محمد إلى حضرات جميع الأنبياء والمرسلين والأولياء والصالحين. اللهم أعل درجاتهم يا رب العالمين. اللهم انفعنا بهم في الدنيا والآخرة. ربنا بارك لنا في سفرنا هذا. ربنا بارك لنا في سفرنا هذا. اللهم ربنا بارك لنا في سفرنا هذا. ربنا تقبل منا إنك أنت السميع الذي تب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين ورحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد. ഒരു സ്വീകരണം കൂടെയുണ്ട്. അരൂർ കുട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാത്യു ഉസ്താദ് അവരെ സ്വീകരിക്കുന്നു. പരിപാടി അവസാനിക്കുകയാണ്. ഇന്നത്തെ മാനവ സഞ്ചാരത്തിൽ എല്ലാവരും ആലപ്പുഴയിൽ കല്ലുപാലത്ത് നിന്ന് ആരംഭിച്ച് നഗര ചത്തുരത്തിൽ അവസാനിക്കുന്ന മാനവ സഞ്ചാരത്തിൻ്റെ ഐതിഹാസിക റാലിയിൽ ഇവിടെ കൂടി എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കുടിച്ചിട്ടേ പോകാം.
അത് പോലെ